ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. വീണ്ടും വന്നിട്ടാണ് എന്താ ഫ്ലാട്ടായിട്ട്. അപ്പം ഇന്ന് നമ്മൾ വലിയ പരിപാടിയില്ല പടം ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്ത് ചെയ്യണമെന്നൊന്നും നമുക്കറിയില്ല. നമ്മളിവിടെ എന്തായാലും ഒരു പരിപാടിയും ബോറടിച്ച് നിൽക്കുക. മിനിറ്റ് ഷിൻചാൻ വന്നല്ല. ആ ഷിൻചാനെ എടാ മിനിറ്റ് ഞങ്ങളുടെ സ്വപ്നാണോ? എന്താ ഇഷ്ടപോലെ ഷിൻചാന് പറഞ്ഞ 1 2 3 4 ഷിൻചാനോ? എന്റെ പൊന്നോ. അല്ല 1 2 3 4 5 ഷിൻചാനോ? ഷിൻചാനെ ഇതിൽ ഒറിജിനൽ ആരാടാ? ഒറിജിനൽ ആരാ? ഇതില് കോപ്പി ആരാ? ചേടാ ഇവര് തല്ലുണ്ടാക്കാനുള്ള ഇക്കൊരു കാര്യം പിടിയിട്ടില്ല. ഞാൻ എന്തായാലും ഫിലിക്സിനോട് ചോദിച്ചോക്കടാ. എടാ ഫിലിക്സേ സോമ എവിടെയാടാ? എടാ ഞാനിവിടെ ഉണ്ടടാ. എന്തിനങ്ങനെ വെറുതെ നിക്കണ്? ഇഷ്ടംപോലെ കോപ്പി അല്ലാത്ത സീറ്റായിട്ട് വേണമെങ്കിൽ എല്ലാരും ഞാനെന്ന് പറഞ്ഞ തിരക്കൂടാടാ വിളിച്ച്. ഒറിജിനൽ ആരൊന്നും ഒന്ന് പറ പ്ലീസ്. ചേടാ ഷിൻചാനെ മണി പാളിയല്ലോ ഗായ്സ്. ഷിൻചാനാണെങ്കിലോ ഷിൻചാനൊന്ന് പറയടാ പ്ലീസ്. ഒന്ന് പറ ഗായ്സ്. നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. നമുക്കെന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് പോവാം. ഇവിടെ എല്ലാവരുടെയും ഇരുന്ന് നമുക്ക് അയൺമാൻ്റെ ഒന്നിട്ട് പോവാം. നമ്മുടെ വണ്ടി എടുത്തിട്ട്. അയ്യോ ഇവിടെ ആകെ ഷിൻചാൻ്റെ വണ്ടി ഉള്ളല്ലോ. ആ കുഴപ്പമില്ല, 4 സീറ്റല്ലേ, കുഴപ്പമില്ല. എല്ലാരും എന്താ വന്നു. ഇവിടെ എല്ലാരും കൂടി ഈ 2 സീറ്റിൽ പോവാന്നാവോ? എടാ കേറിടൊന്ന് വേഗം കേറിട. ഉമ്മ ഷിൻചാനെ വേഗം കേറ്. എന്തായിരുന്നു കോപ്പി? എന്നിട്ട് കോപ്പി ഷിൻചാനാ? അല്ല ഷിൻചാൻ കേറാത്ത പ്രശ്ന. ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആ ഷിൻചാന്. അല്ല ഇതിൽ ആരൊറ്റ ഒരാളെ ഒറിജിനലുള്ളൂ. ഇതെങ്ങനെ നമ്മള് ഇനി രക്ഷപ്പെടുക? ഈ ഷിൻചാൻ എങ്ങനെ ഇതായി? നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ നമുക്ക് ഒരു അയൺമാൻ ഉണ്ട്. അയൺമാന് ഇപ്പോ സയന്റിസ്റ്റ് ആയിരിക്കാണ്. അപ്പൊ നമുക്ക് അയൺമാൻ സയന്റിസ്റ്റിന്റെ അടുത്ത് പോവാ. അയ്യോ അയൺമാൻ അധികം അറിയില്ല. അയൺമാന് അധികം സയന്റിസ്റ്റ് അറിയില്ല. അയൺമാൻ പറയും നേരെ എന്താണ് ഒരു സയന്റിസ്റ്റ്, വേറൊരു സയന്റിസ്റ്റ് എനിക്ക് പറ്റിയുള്ള ഒരു സയന്റിസ്റ്റാ. നമുക്കപ്പോൾ സയന്റിസ്റ്റിന്റെ അടുത്ത് പോവാം. അപ്പോൾ ഇതുവരെയൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം ഗായ്സ്. അപ്പം നമ്മള് കോട്ട് ഒട്ടിക്കുകയാണ്. മറ്റേ എന്താണ് മറ്റേ ആള് എന്തായിരുന്നു ഞാൻ പറഞ്ഞു പേര്. അപ്പോ നമുക്ക് നേരെ പോവാ. സയന്റിസ്റ്റ് എടാ സയന്റിസ്റ്റ് എവിടെയാണ്? സയന്റിസ്റ്റ് ഗായ്സ് ഈ സയന്റിസ്റ്റിനെ കാണാനില്ലല്ലോ. സയന്റിസ്റ്റ് നാളെ എവിടെ പോയി? എനിക്കൊന്നും മനസ്സിലാവില്ല. എടാ സയന്റിസ്റ്റേ, ആ നീ വന്നുണ്ടോ?
സയന്റിസ്റ്റ്, ഞാൻ ഒരു വലിയ പ്രശ്നത്തിക്ക് വെട്ടിക്കാണ് സയന്റിസ്റ്റ്. എന്ത് പ്രശ്നത്തിക്കാണ് നീ പറ? നിന്റെ എടുത്ത് കൊറേ ഷിൻചാന് ഇഷ്ടംപോലെ ഷിൻചാനായി. പിന്നെ എന്താണ് ഷിൻചാൻ എങ്ങനെങ്കിലും ഇത് രക്ഷിച്ച് തരണടാ. ഷിൻചാനോട് അവിടെ ഉണ്ട്. ഓ നിങ്ങള് പടട്ടായിരുന്ന വിളിച്ച നീയുണ്ടോ? നിങ്ങള് സയന്റിസ്റ്റ് വിളിക്കുക. ഞാൻ എടാ സയന്റിസ്റ്റ് നീ തന്നെ ഇനി ഞെട്ടും. എന്ത് ഞെട്ടോ? ഞാനെന്ത് ഞെട്ട് ഞാനൊന്ന് നോക്കട്ടെ. എവിടെയാണ്? ഇതാ വരണു. ഇവരാകുന്നല്ലേ ഉള്ളൂ. ഇവരല്ലടാ വേറൊരാള്. ഷിൻചാനെ ഇങ്ങോട്ട് വാ. സയന്റിസ്റ്റ് ഓക്കെ നിങ്ങളും വാ. ഇവിടെ ഉണ്ട്. ഓഹോ അപ്പൊ ഇതല്ലേ ഷിൻചാന്? ഞാനൊരു വീട്ടിൽ ഇതില് ഇപ്പൊക്കെ മനസ്സിലായി. ഇവിടെ മേത്ത് ഒരു ലിക്വിഡ് വീണാണ്. അതുകൊണ്ടാണ് ഇവര് പിന്നെ കോപ്പി ആയത്. ഇതിന്റെ ലിക്വിഡിന്റെ ലക്ഷണം കണ്ടിട്ട് ഇന്നലെയാണ് ചെയ്തത്. അങ്ങനത്തെ ലക്ഷണമാണ്. ഓഹോ അപ്പൊ ഇതിന് മാറ്റാൻ പറ്റും സയന്റിസ്റ്റ്? മാറ്റാനൊക്കെ പറ്റും, പക്ഷെ കുറച്ച് പണിയാ. കാരണം എല്ലാരും ഒറ്റമ്മ പറഞ്ഞ കുട്ടികളെ പോലെയാണ്. ഇതെങ്ങനെയാണാവോ ആ മറ്റേ ഷിൻചാനെ കണ്ടുപിടിക്കുക. എടാ ഫിലിപ്പ് ചെയ്യാത്ത പാട്ടിട്. ഗായ്സ് നമ്മൾക്ക് വല്ലാതെ ടെൻഷൻ ഉണ്ട്. എടാ നീ ഒരു കാര്യം ചെയ്യും. നീലേ ഇതില് ഒരു റിക്ഷല്ല. നീ ഇതിലല്ലേ എന്താ കുറച്ച് നിന്റെ എത്ര ഉണ്ടായിരുന്നു ഷിൻചാൻ കറക്റ്റ്? എൻ്റെ ഒരു തോള് വരല്ലേ. അപ്പൊ നമുക്ക് തോള് വരെയുള്ള ഷിൻചാനെ കണ്ടുപിടിയാണ്. ഇവിടെ ഏത് തോള് വരെയുള്ള ഷിൻചാൻ ഒരേ സൈസാണ്. അതാ പ്രശ്നം എന്താ സയന്റിസ്റ്റ്? ഓഹോ അതല്ലേ പ്രശ്നം. ഒറ്റമ്മ പെട്ട കുട്ടികളെ പോലെ. എനിക്ക് നിന്റെ വീടൊന്ന് ചെക്ക് ചെയ്യണം. ഓ വീട് വണ്ടിയിൽ തന്നെ സ്ഥലമില്ല, എന്നിട്ടാണ് നിന്റെ ഒരു വീട്. എന്തെങ്കിലും ആവട്ടെ. എല്ലാരും കൂടി മടിയിലുണ്ടോ? തല്ലൂടല്ലേടോ. എല്ലാരും കേറ്. പൊളിയാ. ഇനി ആരുമില്ലല്ലോ. ഇതാ കാടല്ലത്. അവിടെ സിംഹം ഉണ്ട്. അവിടെ നമുക്ക് ആരെ വീട്ടിൽ പോവാട്ടോ ഗൈസ്. ഇനിയിപ്പോ എങ്ങനെയാണോ ഷിൻചാനെ കണ്ടെത്തുക? ഇഷ്ടംപോലെ ഷിൻചാനാണല്ലോ. എല്ലാരും ഒന്ന് വായ പൂട്ടിക്ക്. ഒരാള് മതിയോ? ഞാനായാലും ഇപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ആരാ ഒറിജിനൽ ആരാ ഞാൻ കണ്ടുപിടിക്കും. ചിലപ്പോ നീ തന്നെയാവും ഒറിജിനൽ. പക്ഷെ എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എല്ലാരും ഒരു അമ്മ പെറ്റ കുട്ടികളെ പോലെ അല്ലേ. ഷിൻചാനെ എനിക്കൊന്നും അറിയില്ല, മനസ്സിലായടാ? ദേഷ്യം
നിന്നെ ദേഷ്യമൊക്കെ വേറെ ആൾക്കാരോട് കാണിച്ചാൽ മതി, അല്ല ഇന്നോടൊന്നും കാണിക്കണ്ട, മനസ്സിലാടാ? ഇതിലാരോ ഒറിജിനൽ ഞാൻ കണ്ടുപിടിച്ചാൽ നീയും ഡ്യൂപ്ലിക്കേറ്റോ? തിരക്കൂടാതെ ഇരിക്കോ? ഇവിടെ എന്തോ ഒരു തന്ത്രത്തിന് മോണം. അല്ല മറ്റോരവിടെ? ആ അതാ അടുത്ത ആള്. വേഗം എണീറ്റ് വേണം. നിങ്ങൾ അവിടെ തന്നെ നിന്നോ? അല്ല മറ്റോരവിടെ? എടാ ഫിലിപ്സ്, നീ എവിടെയാടാ? എന്തൊക്കെ സൗണ്ട് കേൾക്കണ്ടല്ലോ. നീ എന്താ സൗണ്ട് ഉണ്ടാക്കാൻ പ്രാക്ടീസ് ചെയ്യടാ? കോമഡി ടൈമൊക്കെ കഴിഞ്ഞടാ. ഓ എന്തായാലും അവൻ പോയി. അങ്ങനല്ലേ ഈ ഡോക്ടർ കുറച്ച് ടൈം എടുത്തിട്ട് ഇതില് രണ്ടില് ഏതോ ഒരാളാണെന്ന് കണ്ടെത്തി. ബാക്കില്ലേ ഡ്യൂപ്ലിയാ. എടാ നിങ്ങൾ ഇങ്ങോട്ട് വാ. നിക്ക്, എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. അത് വഴിയില്ല. ആരോ ഒറിജിനൽ ഷിൻചാൻ ആയാലും എന്നോട് ക്ഷമിക്കുക. എനിക്കിഷ്ടല്ലത്. അയ്യോ ഡോക്ടർ ബോധം കെട്ടു. ഇവരെല്ലാരും ചത്തു. ഇനി എന്തായാലും ഡോക്ടറിന് ബോധം. അങ്ങനെ ബോധം കെട്ട ആൾക്കാർക്കൊക്കെ പിന്നെ തിരിച്ച് ബോധം വന്നിട്ടുണ്ട്. അപ്പോ എന്താണ് ഡോക്ടറിനും മറ്റേ ഒറിജിനലാണോ ഫേക്കാണോ? ഒരു ഫേക്ക് ഷിൻചാനും ഒരു ഒറിജിനൽ ഷിൻചാന് ബോധം വന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഷിൻചാന് ബോധം പോയിട്ടില്ലായിരുന്നു. ഈ ഷിൻചാൻ പക്ഷെ ഇങ്ങനെ പറഞ്ഞത് ഇത് രണ്ടിലും ആരൊക്കെ ഒറിജിനലെന്ന് ഇപ്പോഴും അറിയില്ല. ഒറ്റൊരാളും കൂടി ഫേക്ക്. എടോ നോക്കട്ടെ. എടാ എനിക്ക് മനസ്സിലായടാ, ഈ കൂട്ടത്തിൽ എന്റെ മുമ്പിലേക്കിട ഷിൻചാനാ. എന്ന് വെച്ചാൽ ഈ നിഴലടിക്കാതെ ഷിൻചാനില്ലേ, അതാണ് ഡ്യൂപ്ലി. ഏത് ഇതോ? ശരി, അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഡ്യൂപ്ലി ഷിൻചാനെ എന്നാ പിടിച്ചോ. മേടിച്ചു തരാ പോലെ. ഞാൻ മേടിച്ചോ, ഞാന് കാറ് ഇതാക്കിയാണ്. എന്നിട്ട് ഞാൻ തന്നെ മേടിച്ചു കൊടുക്കണം അല്ലേ? ഷിൻചാനെ വേഗം ഒന്ന് കേറ്. എടാതോ നിനക്ക് വണ്ടി വെച്ച് തരില്ല.
തരാം. പോരെ ഓ ഷിൻചാനെ, ശരി നിന്റെ ഒരു അല്ല. ഓക്കെ ഓക്കെ, വേറെ വണ്ടിയല്ലേ? ഏതാ വേണ്ട? ഇതാ ബെസ്റ്റ്. പക്ഷെ ഇത് വേണ്ട. ഉമ്മോ, ഇത് ഞാൻ പോലും മേടിച്ചില്ല. ഓ എന്റെ പൊന്നോ, 10 കോടിയായിരുന്നു ഈ അയില എഴുതി വെച്ചിരുന്നു. എന്തായാലും സാരമില്ല, ഷിൻചാന് വേണ്ടിട്ടല്ലേ മേടിച്ചേക്കാം. എന്തായാലും എന്റെ പൈസ പോയി, അതിന് സംശയമൊന്നുമില്ല. നമുക്കിനി നേരെ ഈ വണ്ടി എടുത്തിട്ടില്ലേ, നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അടിപൊളി സ്റ്റിയറിംഗ് തൊക്കെ. നീ തന്നെ ഓടിക്കണ്ട്. ഷിൻചാനെ, നീ അപ്പുറത്ത് കേറിയാ മതി. നിന്റെ ക്ഷമൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഇനി പുതിയതിനെ കൊണ്ട് സെറ്റപ്പ് വണ്ടി മേടിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ? എൻ്റെ കയ്യിൽ കുറെ കോടി ഉണ്ട്. എടാ ഡോക്ടറെ, എന്താ അവിടക്കണ്? ഒന്ന് പോട്, ഒരുപാടായിട്ട് ഹെൽപ്പ് ചെയ്ത്. എടാ നീ വാ, ഒന്ന് വാ. നീണ്ട ജോലിയല്ലേ സഹിച്ച്, അങ്ങോട്ടൊന്ന് വാടാ. വീണ്ടു വാ. സോറി. നിങ്ങളെന്തായാലും അപ്പുറത്ത് കേറി. ഇപ്പുറത്തോ? അല്ല, ഇങ്ങോട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞേ. എന്തായാലും എല്ലാരും കേറിയിട്ടുണ്ട്. ഷിൻചാനെ, ഇത് മോഡിഫൈ ചെയ്യണം. ഓ എന്റെ താറ് കുഴപ്പമില്ല, ഞാൻ വന്ന് എപ്പോഴെങ്കിലും എടുത്തോണ്ട്. നമുക്കപ്പൊ നേരെ പോവാ. നേരെ പോവാം. ഓഹോ, അടിപൊളി. നല്ല എന്ത് കഷ്ടാണ്. എന്നാലും നല്ല സ്പീഡിലെത്തിണ്ട്. എടാ ഷിൻചാനെ, അടിപൊളി വണ്ടി കേട്ടോ. ഞാൻ ഓടിച്ചോന്നില്ലേ, ഞാൻ ഇതും കറക്റ്റ്. ഞാൻ ഇനിയും മേടിച്ചു പോലെ. എന്തിന് ഷിൻചാനെ? എന്നാ പിടിച്ചോ, നിന്റെ ഫോണിക്ക് ഞാൻ അയച്ചുതരാം. 10,000 റുപ്യ അയച്ചിട്ടുണ്ട്. എന്തായാലും നിന്നോട് ഞാൻ ക്ഷമിച്ചു. എടാ ഷിൻചാനെ, ഭ്രാന്ത് ഉണ്ട്. എന്തായാലും ഇങ്ങോട്ട് വാ. എത്തിയില്ലേ? നീ വെള്ളത്തിൽ വീണിട്ട് എത്ര പൊട്ടായിട്ടാ നിന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്. എടാ ജോലി അപ്പൊ തന്നെ ഇങ്ങോട്ട് പോകുന്നില്ല.
പിന്നെ ഷിൻചാനെ ഇതാ ഒറിജിനൽ ഷിൻചാനെ. ഇതേ ഞാനാ ഞാൻ ഡ്യൂപ്ലിക്കേറ്റാ. ഒറിജിനൽ എന്നാ ഞാൻ പോയിട്ട് പോയിക്കോ പോയി മുടിഞ്ഞോ. എന്ത് ഒന്നുമില്ല എൻ്റെ ഫിലിപ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ആൻഡ്